നമസ്കാരം. വർഗീസേട്ടന്റെ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ രസമാണ് ഇങ്ങനെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ വന്ന് നിൽക്കാനായിട്ട്. എന്തുകൊണ്ടാണ് വർഗീസേട്ടന് ഈ പൂക്കളോടൊരു താല്പര്യം, ഇങ്ങനെ പൂക്കളിൽ ഒരു കൃഷി നടത്തണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായത് എന്തുകൊണ്ടാണ്? കൃഷി നടത്തണമെന്നുള്ള ചിന്ത ഉണ്ടായത് ചെറുപ്പകാലത്തെ തൊട്ട് നമ്മുടെ അപ്പനും അമ്മയും കണ്ടു വളർന്നത്. അവര് രണ്ടുപേരും വന്നിട്ട് പൂന്തോട്ടം ഉണ്ടാക്കണതിൽ വന്നിട്ട് വളരെ ഒരു ഹോബിയായിരുന്നു. അങ്ങനെ മനസ്സിലൊരു താല്പര്യം പണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് അഗ്രികൾച്ചറാണ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ളൊരു കൃഷിയുടെ ഈ സംവിധാനത്തിലേക്ക് ഒരു ദൈവ നിശ്ചയത്താൽ നമ്മൾ വരണതാണ്. അതായത് നമ്മളായിട്ട് ഇതിൽ ഇറങ്ങി ചെന്ന് വിട്ടതല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഏരിയയിലാണ്, ജെറിബറ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ട് 1/2 ഏക്കർ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. റോസ് വന്നിട്ട് 1 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. മൊത്തം എത്ര സ്ഥലത്താണ് ഇതിന്റെ? ഈ 2 ചെടികളാണോ നമ്മളിവിടെ? മാത്രമേ വന്നിട്ട് മെയിൻ പ്ലാന്റേഷൻ ഉള്ളൂ, അല്ലാതെ ഈ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിലുള്ളൂ. അല്ലാതെ പുറമേ വന്നിട്ട് ചെറിയ ഇതിന്റെ ഉള്ള സൈഡ് പില്ലർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിനൊക്കെ ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പഠനകാലത്ത് തന്നെ വർഗീസേട്ടന് ഈ പൂക്കളോടും കൃഷികളോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു തോന്നുന്നു. ബേസിക് ആയിട്ട് പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യക്കാരുടെ ഒരു കുടുംബത്തിൽ നിന്നാണ്. എന്റെ അപ്പന്റെ അപ്പം വന്ന് എന്റെ പുള്ളി റിട്ടയർ DO ആയിരുന്നെങ്കിലും പുള്ളി ഒരു വലിയൊരു കർഷകനായിരുന്നു മാവേലിക്കര. അതിനുശേഷം അപ്പനും നല്ലൊരു പുള്ളി വെറ്റിനറി ഡോക്ടർ ആയിരുന്നെങ്കിലും പുള്ളിയും നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഞാൻ വന്ന് പഠിച്ചത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ബാച്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ അതിലും ഇതെല്ലാം ബേസ് ആയിട്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 8 മാസം മുമ്പ് ഇവിടെ വരുന്ന സമയം ഞാനും എൻ്റെ കൃഷി അസിസ്റ്റൻറ്റ് KM ഷാജി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എത്തുമ്പോൾ ഈ തറവാടിന് ചുറ്റും വളരെ ഭംഗിയുള്ള ഒരു 1.5 ഏക്കർ സ്ഥലം, വിവിധ ജാതി അതുപോലെ തന്നെ മറ്റ് മാവ്, വിവിധ ഫലവൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ നല്ലൊരു തറവാടും അതിനകത്ത് നിന്നുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ആദ്യം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ശ്രീ വർഗീസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് അമ്പരന്ന് പോയി. കംപ്ലീറ്റ് ഇത് കട്ട് ചെയ്ത് ഈ പ്രദേശത്ത് ഒരു ഹൈടെക് ഫ്ലോറിക്കൾച്ചറിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ ആദ്യം ഒരു അത്ഭുതമാണ് തോന്നിയത്. അത് ഇത്ര നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങളൊക്കെ വെട്ടിമാറ്റി ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എത്രത്തോളം അദ്ദേഹത്തിന് ആദായം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അതിനെപ്പറ്റി ഒരു ആശങ്കാകുലരായിരുന്നു. എന്നാൽ ഞങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞതോടുകൂടി കൃഷിഭവന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് വളരെയധികം കോൺഫിഡൻസ് തോന്നി. ഞങ്ങൾ ഓരോ നിമിഷവും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. നാട്ടിലുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിനെതിരായി സംസാരിക്കുമ്പോഴും കൃഷിഭവൻ ധൈര്യപൂർവ്വം നിന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു കാർഷിക എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് ഒരിക്കലും പിഴക്കില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം ഇതിലേക്ക് കടക്കുകയും ഏകദേശം 20 വർഷത്തോളം ഇദ്ദേഹത്തിന് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ടായി. അതേ തുടർന്ന് സ്ഥിരമായി ഞങ്ങൾ ഈ സ്ഥലത്ത് സന്ദർശിക്കാറുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മാസത്തോളം അദ്ദേഹം ടൈം എടുത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ 100% ടെക്നിക്കലി പെർഫെക്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ ഹൗസ് തന്നെ ഇവിടെ പടുത്തുയർത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കാണുന്ന പോലെ റോസും ജെർബറയും നന്നായി കൃഷി ചെയ്ത് വരികയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല മാർക്കറ്റ് ഒരു സമയത്ത് ലഭിച്ചിരുന്നു. 15 രൂപ വരെ ഒരു പൂവിന് ജെർബറയ്ക്ക് വന്നിരുന്ന സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് സീസൺ പൊതുവേ ഡൗൺ ആണ്. അപ്പോൾ കുറച്ച് മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നീട് അത് അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ പ്രൈസ് കൂടുന്നതാണ്. അപ്പോൾ എങ്ങനെയായാലും ഇതൊരു നല്ലൊരു മോഡൽ പ്രോജക്റ്റായിട്ട് കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു സംരംഭമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ കൃഷിഭവന് അദ്ദേഹത്തിന് വേണ്ട ഒരു നല്ല ബാക്കപ്പ് സപ്പോർട്ട് നൽകുന്നതിന് സാധിക്കും. ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് മേലെ അദ്ദേഹത്തിന് ഇപ്പോൾ മുതൽ മുടക്കിൽ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെടികളുടെ സബ്സിഡിയും അതുപോലെ ഈ സ്ട്രക്ചറിൻ്റെ സബ്സിഡി അടക്കം അതിൻ്റെ ഒരു 75% എങ്കിലും ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ കൃഷിഭവൻ വഴി നൽകാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രാരംഭ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഇവിടെ ഫെർട്ടിഗേഷൻ യൂണിറ്റ് ഉണ്ട്. ഇതിൽ കറണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പെൻസ് വരുന്നതാണ്. അതും കൃഷിഭവൻ ഇടപെട്ട് നമ്മുടെ വൈദ്യുതി സൗജന്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ ഇതിനോടകം ചെയ്തു കൊടുത്തിട്ടുണ്ട്.
അതുകൂടാതെ അടിക്കടി ഞങ്ങൾ ഇവിടെ വന്ന് ഫീൽഡ് കാണുകയും ഇതിൻ്റെ അപ്പോൾ ഉള്ള മാർക്കറ്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ കളക്ട് ചെയ്യുകയും കൃഷിഭവനിൽ ആവശ്യമായ രജിസ്റ്ററുകളൊക്കെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കൃഷി ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്കും എൻ്റെ സ്റ്റാഫിനും ഈ ഒരു പ്രോജക്റ്റ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റെടുത്ത് കോടശ്ശേരി പഞ്ചായത്തിൽ നടപ്പാക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഇപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവിധ ചെടികളും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജെറിബറയും റോസും മാത്രമായിട്ട് ഈ കൃഷിയുടെ കാര്യങ്ങളിലേക്ക് വർഗീസേട്ടൻ തെരഞ്ഞെടുത്തത്? ഇവിടത്തേക്ക് ഇപ്പൊ ഈ ജെറിബറയും റോസും തെരഞ്ഞെടുത്തതിനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അലങ്കാര പുഷ്പങ്ങളിൽ വന്നിട്ടുള്ള 2 ഫ്ലവേഴ്സാണ് ജെറിബറ. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലേക്ക് നല്ലോണം ഇണങ്ങി വരുന്ന 2 ചെടികളാണ്. മറ്റുള്ള ചില ചെടികൾ വന്നിട്ടുണ്ട് അതിന് കൂടുതൽ തണുപ്പും കാര്യങ്ങളും ആവശ്യമുണ്ട്. ഇതിന് നോർമൽ ടെമ്പറേച്ചർ ആവശ്യമുള്ള. ഇപ്പൊ ബാംഗ്ലൂർ ഒരു 25 വർഷത്തോളം ഇതുപോലെ ഫാമുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ആയിരുന്നല്ലോ ജീവിതം. അപ്പോ അവിടെ നിന്നും ഈ കേരളത്തിലേക്ക് വന്ന് ഇങ്ങനെ ഒരു കൃഷി ആരംഭിക്കുമ്പോൾ നമ്മൾ കാലാവസ്ഥയിൽ ഒട്ടേറെ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് കാര്യങ്ങളൊക്കെ? ഞാൻ ഈ കേരളത്തിലേക്ക് വന്ന് ഈ കൃഷി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ വന്നിട്ട് നമ്മുടെ ഈ പർട്ടിക്കുലർ പ്ലേസ് ചാലക്കുടി എന്നുള്ള ഈ പർട്ടിക്കുലർ പ്ലേസിന്റെ ഒരു 30 ഇയേഴ്സിന്റെ ക്ലൈമാറ്റിക് ഡാറ്റ നമ്മുടെ ഇന്റർനെറ്റിൽ നിന്നാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ വന്നിട്ട് ഒരു മോഡറേറ്റ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ പല എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ഉള്ള കാലാവസ്ഥയുള്ള ഇപ്പൊ മൂന്നാർ വന്നു കഴിഞ്ഞിട്ട് തണുപ്പ് കൂടുതലുള്ള സ്ഥലം, പുനലൂര് പാലക്കാട് വന്നിട്ട് ചൂട് കൂടുതലുള്ള സ്ഥലം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മീഡിയം മോഡറേറ്റ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും പഠിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ മോഡിഫിക്കേഷൻസ് കൊണ്ട് നമുക്ക് ഇവിടെ ഈ കൃഷിയെ നല്ല രീതിയിൽ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ആ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത് തന്നെ അല്ലെ? ഈ ജെറിബറ നടുന്നതിന്റെ ആ നടീൽ രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഒരു സാധാരണക്കാരനൊരു ജെറിബറ കൃഷി ആരംഭിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരുന്നത്? ജെറിബറ കൃഷിയില് ഫസ്റ്റ് തന്നെ സ്ഥലം സെലക്ട് ചെയ്തെടുക്കുമ്പോ ഒരിക്കലും വന്നിട്ട് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത സ്ഥലം ആയിരിക്കണം. മണ്ണ് എന്ത് മണ്ണായിക്കോട്ടെ നമുക്ക് ആ മണ്ണിനെ വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. മണ്ണിനെ വന്നിട്ട് മണ്ണിൽ പല സാധനങ്ങൾ നമ്മൾ ചേർത്ത് മണ്ണിനെ നല്ലതാക്കി എടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഇതിപ്പോ ഓരോ സെക്ഷനായിട്ട് തിരിക്കുന്നതല്ലേ? ബെഡ് റേസ്ഡ് ബെഡ്സ് വരമ്പ് കോരി വരമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ നമ്മള് മണ്ണിൽ ചേർക്കേണ്ട ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മിശ്രിതങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ബെഡ് റെഡിയാക്കിയിട്ടാണ് ഇതിൽ ചെടി നടുന്നത്. ഇത് ടിഷ്യൂ കൾച്ചർ ചെടികളാണ് ഇതിന് എല്ലാം നമ്മൾ നടുന്നത്. ഇത് വന്നിട്ട് ഫ്ലവേഴ്സ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വെറൈറ്റി ജെറിബറയാണ്. ഇപ്പൊ നമ്മുടെ പൂന്തോട്ടത്തിൽ വെക്കുന്ന ടൈപ്പ് ജെറിബറയും ഇതും വ്യത്യാസമുണ്ട്. വർഗീസേട്ടൻ ഇങ്ങനത്തെ ഒരു ഹൈടെക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിന് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും കൊടുത്തു. ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കൃഷിയാണ് വർഗീസേട്ടൻ ഇവിടെ ചെയ്യുന്നത്. അത് കേരളത്തിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു ഹൈടെക് കൃഷിയായിട്ട് ഇത് വളരുകയാണ്. ഇപ്പൊ ഇത് ഈ ഒരു നഴ്സറി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട് ഇവിടെ ആരംഭിച്ചിട്ട്? നവംബറിലാണ്, നവംബർ 10-ാം തീയതിയാണ് കറക്റ്റ് ഇതിന്റെ പ്ലാന്റിംഗ് ഡേറ്റ്. പ്ലാൻ ചെയ്തത് ശരിക്കും അതാണോ നമ്മളൊരു കൃഷി ഈ ജെറിബറയുടെ കൃഷി ആരംഭിക്കേണ്ട ഒരു സീസൺ അതാണോ? ശരിക്കും അങ്ങനെ സീസൺ ഒന്നുമില്ല. ഏത് കാലത്തും നമ്മൾ ഇത് ഈ കൃഷി ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചറിന്റെ ഉള്ള ഒരു ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ഉള്ളില് എത്ര മഴ പെയ്താലും ഒരു തുള്ളി വെള്ളം ഇതിന്റെ ഉള്ളിൽ വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ നമുക്ക് ഏത് സമയത്തും കൃഷി ആരംഭിക്കാൻ പറ്റും. ഇതിന്റെ ആ കാലാവസ്ഥ ബാധിക്കാത്ത രീതിയിലാണ് ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള എക്സസ് ആയിട്ടുള്ള മഴയാണ് വന്നിട്ട് നമുക്കുള്ള ഒരു ദോഷം, ഒരു ഡ്രോബാക്ക് ആയിട്ട്. അതിപ്പോ ഈ സ്ട്രക്ചർ ഇട്ട് കഴിയുമ്പോ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത്. ഇനിയിപ്പോ ചൂടുകാലാണല്ലോ, നല്ല വേനൽക്കാലമായി വരാണ്. അപ്പൊ അത് ഇതിന്റെ വളർച്ചയെ കൂടുതൽ ബാധിക്കുന്നുണ്ടോ? വളർച്ചയെ ബാധിക്കാതിരിക്കാനായിട്ടാണ് ഈ മേലിൽ വന്നിട്ട് മഴക്കാലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. മഴക്കാലം അങ്ങനെയല്ല, വേനൽക്കാലത്തിലും ബുദ്ധിമുട്ടുകളുണ്ട്, മഴക്കാലത്തും അതിൻ്റെതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. മഴക്കാലം വരുമ്പോ നമുക്ക് ലൈറ്റ് കുറയും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് പ്രൊഡക്ഷൻ കുറയും. വെയിൽ കാലത്തിൽ വന്നിട്ട് ലൈറ്റ് കൂടും. അപ്പൊ ലൈറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷെയ്ഡ് നെറ്റ് കൊടുക്കണം. കൂൾ ചെയ്യാനായിട്ട് നമ്മൾ ഫോഗർസ് കൊടുത്തിട്ട് ഫോഗർസ് ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ കൂൾ ചെയ്യണം.
1.5 ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ആരംഭിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പൂക്കൃഷി ആരംഭിക്കുമ്പോ തന്നെ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇതൊരു നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ? വിജയത്തിലെത്തും എന്നുള്ളത് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതല്ലേ, ഞാൻ വന്നതിന്റെ ഒരു 8 കമ്പനികൾ ഞാൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇതുപോലത്തെ അതുകൊണ്ട് തന്നെ നല്ല ധൈര്യത്തോടെയാണ് ഇതുപോലെയുള്ള ചെറിയ 1.5 ഏക്കറിന്റെ കമ്പനികളല്ല. ലാസ്റ്റിൽ ചെയ്ത പ്രോജക്ട് വന്നിട്ട് 30 ഏക്കറിന്റെ പ്രോജക്റ്റാണ്. അപ്പൊ അവിടെയുള്ള പ്രോജക്റ്റുകളെല്ലാം വലുതായിരുന്നു. അതിന്റെ ഉള്ള നല്ല എക്സ്പീരിയൻസും കോൺഫിഡൻസും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ ജെറിബറ നടുമ്പോഴേ, ഇപ്പൊ ഓരോ ചെടികൾ നടുമ്പോഴേ ഇത്ര അകലം പാലിക്കുന്നത്, അതായത് ഇതിന്റെ ലീഫൊക്കെ ഇങ്ങനെ വളർന്നു വരാനായിട്ടുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ട് ഓരോന്നും വളർത്തുന്നതിനുള്ള ഒരു അകലമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പറയാം. സ്പേസിംഗ് പറഞ്ഞില്ലേ, 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ വന്നിട്ട് 10 ചെടി മാക്സിമം, 8 തൊട്ട് 10. ഈ ഒരു റോയിൽ തന്നെ എത്ര നമ്മൾ 2 എണ്ണം വീതമാണോ വെക്കുന്നത്? 2 വരിയായിട്ടാണ്. 2 വരിയിൽ നടുന്നതിൽ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് 12 സെന്റിമീറ്റർ സ്പേസ്. ഇതിൽ തന്നെ ഈ ലീഫൊക്കെ വളരാനായിട്ട് സ്പേസ് ഈ ഷെഡിന്റെ കീഴിൽ വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈറ്റാണ്. എല്ലാ ഇലകൾക്കും ഷാഡോസ് വളരെ കുറവായിട്ടുള്ള ലൈറ്റാണ് ഇതിനുള്ളിൽ വരുന്നത്. ഇപ്പൊ ഈ ജെറിബറ നട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചെടി അതിന്റെ പൂർണ്ണ വളർച്ചയിലെത്താനായിട്ട് എത്ര സമയം എടുക്കും? നട്ട് കഴിഞ്ഞ് ഫ്ലവർ പ്രൊഡക്ഷൻ എടുക്കാനായിട്ട് 3 മാസം ടൈം വേണം. 3 മാസം വരെ വന്നിട്ട് ഫ്ലവേഴ്സ് വരാൻ തുടങ്ങും. നട്ട് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ബഡ്സ്, അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അതിനെ പൊട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് 3-ാം മാസത്തിലോട്ട് പ്രൊഡക്ഷൻ, ഫ്ലവർ പ്രൊഡക്ഷനെ നമ്മൾ എടുക്കാൻ പറ്റും. ഇതിന്നൊരു പൂ പറിച്ച് നമ്മളിപ്പോ പുറത്തേക്ക് കൊടുക്കുമ്പോഴേ എത്ര ദിവസം അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും? നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്രഷ് ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ടുണ്ട് 10 to 15 days വരെ ഇരിക്കും. ലാസ്റ്റ് ചെയ്യും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചാണ്. നമ്മളുടെ ഇവിടെ മെയിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വന്നിട്ട് ഡെക്കറേഷൻസ്, അത് വന്നിട്ട് ഒരു 1 hour പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷേ വീടുകളിൽ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ 10-15 ദിവസം ഇരിക്കും. ഇപ്പൊ ഇവിടെ ഈ ജെറിബറയുടെ കൃഷി തുടങ്ങിയതിന് ശേഷം ഇതിന്റെ മാർക്കറ്റിംഗ് ലക്ഷ്യമിടുന്നത് എവിടെയൊക്കെ? മാർക്കറ്റിങ്ങിനായിട്ട് ഞാൻ വന്ന് ഒരു 3 വർഷം മുന്നേ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഇവിടെയുള്ള ലോക്കലിൽ നമ്മൾക്ക് പരിചയമുള്ളൊരു ആളെ വെച്ച് ഒരു ഷോപ്പ് ചാലക്കുടി എന്ന് പറഞ്ഞ നിയർ ബൈ ടൗണിൽ നമ്മൾ ആരംഭിച്ചു. അവിടെ തന്നെയാണ് നമ്മളുടെ വന്നിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റും വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ സെയിൽ ചെയ്തിരിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇതിങ്ങനെ കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനിങ്ങനെ കേടുകളോ അല്ലെങ്കിൽ അതിന്റെ പൂപ്പൽ, ഫംഗസ് അങ്ങനെ എന്തെങ്കിലും? ഇതില് സാധാരണ ഇതുപോലത്തെ ഈ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ വന്നിട്ട് ഇൻഫെക്ഷൻ, കേടുകളും കീടങ്ങളും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ വന്നു കഴിഞ്ഞതിൽ കൺട്രോള് ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകാനും വളരെ സാധ്യത കൂടുതൽ, സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതിന് ബേസിക്കലി നമ്മൾ ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗമുണ്ടോ കീടമുണ്ടോ എന്ന് നോക്കാതെ നമ്മൾ പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിൻസ്, മരുന്നുകൾ വളരെ ലോ ഡോസ്, അതിലും വന്നിട്ട് ഓർഗാനിക്കായിട്ടുള്ള ജൈവ കീടനാശിനിയും ജൈവ കുമിൾനാശിനിയും അതാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. ജൈവ കുമിൾനാശിനിയായ സ്പൂഡോമോണസാണ് വന്നിട്ട് മെയിനായിട്ട് ഇതിന് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മളിപ്പോ എല്ലാവിധ ചെടികളിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യുന്നില്ലേ, അതായത് ഒരു 2 കളറുകൾ മിക്സ് ചെയ്തിട്ടൊക്കെ, അത് ഈ ചെടിയിൽ നമ്മൾ ഇല്ല. അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് നമ്മൾ ചെയ്യാനുള്ള സിസ്റ്റം അല്ല ഇതിൽ നമുക്ക് ഇവിടെ ഉള്ളത്. അതിന് ഡിഫറെൻറ്റ് സിസ്റ്റംസ് അതിനാവശ്യമുണ്ട്. ആർട്ടിഫിഷ്യൽ പോളിനേഷനും പിന്നെ അതിൽ ലാബിൽ വന്നിട്ട് നമ്മളതിനെ അപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇത് പിന്നെ പേറ്റൻറ്റ് പ്ലാൻസാണ് ഇതെല്ലാം. ഇത് വന്നിട്ട് KF ബയോടെക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് ഇന്ത്യയിൽ മൾട്ടിപ്ലൈ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നത്. അവരുടെ ഫ്ലോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളണ്ട് കമ്പനിയുടെ പേറ്റൻറ്റ് പ്ലാൻസാണിത്. അപ്പോൾ ഓരോ ചെടി അവർ തയ്യാർ ചെയ്യുന്നതിനും അവർ റോയൽറ്റി പേ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 1.5 ഏക്കറിലാണ് ഇതിന്റെ ഈ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 6 മാസത്തോളായില്ലേ. ഇപ്പൊ ഇത് ശരിക്കും ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു കൃഷിയാണെന്നാണോ വർഗീസേട്ടന്റെ അനുഭവത്തിൽ? ഇത് വളരെയധികം ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റാണ്. ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യുന്ന എന്തും വന്നു കഴിഞ്ഞിട്ടുണ്ട് വളരെ ലാഭകരമായിട്ട് ചെയ്യാവുന്നൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ നല്ല എക്സ്പീരിയൻസോടുകൂടെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജെറിബറയും റോസും മാത്രമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇനിയിപ്പോൾ ഭാവിയിൽ കുറച്ചും കൂടി മികച്ച രീതിയിൽ മറ്റെന്തെങ്കിലും പ്രോജക്ട്സുകൾ മനസ്സിലുണ്ടോ വർഗീസേട്ടൻ്റെ മനസ്സിൽ? ഇതേപോലത്തെ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഇവിടെ അടുത്ത് തന്നെ ഒരു കാലേക്കറിൽ വന്നു കഴിഞ്ഞിട്ടൊരു വേറൊരാളുടെ നമ്മുടെ ഒരു അറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ ഇയർ എൻഡിങ് കൊണ്ട് എൻ്റെ പ്ലാനിങ് വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ സുഹൃത്ത് സർക്കിളിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 5 acres ഈ ടൈപ്പ് കൃഷികൾ വന്നു കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനുള്ള പ്ലാനിങ്ങും വർക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർഗീസേട്ടൻ്റെ പൂക്കൃഷിയൊക്കെ നമ്മൾ കണ്ടു. ഇതിപ്പോൾ പുതിയതായി തുടങ്ങുന്ന ഒരു കൃഷിക്കാരന് എന്തായാലും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഇവിടുത്തെ വർഗീസേട്ടൻ്റെ കൃഷി അനുഭവങ്ങളെല്ലാം. അതുപോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവിയിലൊരു നല്ല കൃഷിക്കാരനായിട്ട് തന്നെ മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തേജസ്വിനി നാളികേര ഉൽപാദക കമ്പനിയുടെ ഫാക്ടറി കണ്ണൂരിൽ. വിളകൾക്ക് മീറ്റ് കം ബോൺ മീൽ ജൈവവളം. തണ്ടുതുരപ്പിനെ തുരത്താൻ ട്രൈക്കോ കാർഡ്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ തേജസ്വിനി നാളികേര ഉൽപാദക കമ്പനി 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആധുനിക കേര ഫാക്ടറി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ജൂൺ 5 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. നാളികേര വികസന ബോർഡിന്റെ പരിശീലനം ലഭിച്ച നീര ടെക്നീഷ്യന്മാരെ ഉപയോഗപ്പെടുത്തി കമ്പനി നീര ഉൽപാദനം ആരംഭിച്ചു. സി കൃഷ്ണൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് നീരയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമായ നീരപാനി വിപണിയിലിറക്കും. നീരാപാനി നാളികേരത്തിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ചിപ്സ്, പേക്ക് ചെയ്ത കരിക്കിൻ വെള്ളം, ഇളനീർ സോഡ, നാളികേരപ്പൊടി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് എന്നീ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം നടത്തുവാനാണ് കമ്പനിയുടെ പദ്ധതി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ പ്രവർത്തന മേഖലകളായി നിശ്ചയിച്ചുകൊണ്ട് 10 ഫെഡറേഷനുകളും 152 CPSകളും ചേർന്നാണ് നാളികേര വികസന ബോർഡിന് കീഴിൽ തേജസ്വിനി നാളികേര ഉൽപാദന കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്. 152 ഉൽപാദക സംഘങ്ങളെ 16,438 കർഷകർ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. എറണാകുളം ജില്ലയിൽ ശുദ്ധജല മത്സ്യകൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സ്വന്തം ജലാശയത്തിലോ പാട്ടത്തിനെടുത്ത കുളത്തിലോ മത്സ്യം വളർത്താം. മത്സ്യ കർഷക ഏജൻസിയിൽ നിന്നും പഞ്ചായത്തിലെ കോർഡിനേറ്ററിൽ നിന്നും അപേക്ഷ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484 2 397 182. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ പൂന്തോട്ട നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കുന്നു. 8ാം ക്ലാസ് പാസ്സായ 35 വയസ്സ് കവിയാത്തവർക്കാണ് അപേക്ഷിക്കാവുന്നത്. കൂടാതെ 3 ദിവസത്തെ ജൈവ കൃഷി പരിശീലനത്തിനും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 2250 രൂപയാണ് ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ 0487 2 371 340, 9495 35820. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സർവകലാശാലയുടെ മണ്ണുത്തി മീറ്റ് ടെക്നോളജി യൂണിറ്റിൽ മീറ്റ് കം ബോൺ മീൽ ലഭ്യമാണ്. മാംസോൽപാദനത്തിൽ ബാക്കി വരുന്ന ഇറച്ചിയും മറ്റ് മൃഗഭാഗങ്ങളും എല്ലും ഉപയോഗിച്ച് അണുവിമുക്തമാക്കി അത്യാധുനിക യന്ത്രങ്ങളിൽ സംസ്കരിച്ചെടുക്കുന്നതാണ് മീറ്റ് കം ബോൺ മീൽ. ഇത് പച്ചക്കറി തൈകൾക്കും മറ്റ് വിളകൾക്കും യോജിച്ച ജൈവവളമാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 2 370 956, മൊബൈൽ നമ്പർ 95 442 13273.
എറണാകുളം ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി ചെമ്മീൻ കൃഷിക്ക് വേണ്ട കുളങ്ങൾ നവീകരിക്കാനും പുനരുദ്ധരിക്കാനും സാമ്പത്തിക സഹായം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048423926660. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി തിരുവഴാംകുന്ന് ക്യാമ്പസിൽ ആരംഭിക്കുന്ന പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. രാജ്യാന്തര നിലവാരത്തിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള പൗൾട്രി കോഴ്സുകൾ 3 വർഷം ദൈർഘ്യമുള്ളതാണ്. +2 പരീക്ഷയിൽ ഉയർന്ന വിജയശതമാനം നേടിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും ജൂൺ 30 മുൻപ് യൂണിവേഴ്സിറ്റി സെന്ററുകളിൽ നിന്ന് ലഭിക്കും. നെല്ലിന്റെ തണ്ടുതുരപ്പിനെ തുരത്താൻ ട്രൈക്കോ കാർഡുകൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ചു. ഒരാഴ്ചത്തെ ഇടവേളകളിൽ 5 തവണ വരെ പാടത്ത് സ്ഥാപിക്കാം. കാർഡുകൾ ചെറു കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ പച്ച ഓലക്കാലിലോ ക്രമീകരിച്ച് അവിടെയായി വയ്ക്കാം. 1 ഏക്കറിന് 2 cc എന്ന തോതിലാണ് ഉപയോഗക്രമം. വിതച്ച് 25 ദിവസങ്ങൾക്ക് ശേഷം കാർഡുകൾ പാടത്ത് വയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04872374 അഴീക്കോട് ഗവൺമെന്റ് ഹാച്ചറിയിൽ കൊഞ്ച്, കരിമീൻ എന്നിവയുടെ കുഞ്ഞുങ്ങളെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484249245. ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്ലോൺ എരുമ കൂടി ജനിച്ചു. ലാലിമ എന്ന് പേരിട്ടിട്ടുള്ള ഇത് മുറ എന്ന ഇനം എരുമയുടെ ക്ലോണാണ്. ജനിച്ചപ്പോൾ 36 കിലോ ഭാരമുണ്ടായിരുന്ന ലാലിമയ്ക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് NDRI അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 14,200 രൂപ, കോഴിക്കോട് 15,500, തൃശൂർ 13,500, കൊപ്ര കൊച്ചി 9,600, കോഴിക്കോട് 9,900, തൃശൂർ 9,500, കുരുമുളക് അൺഗാർബിൾഡ് 68,600, ഗാർബിൾഡ് 70,600, ചുക്ക് മീഡിയം 33,000, ബെസ്റ്റ് 34,500, മഞ്ഞൾ സേലം 7,400, ഈറോഡിൽ 8,100, അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 വരെ. കൊച്ചി റബ്ബർ RSS 5 13,900, റബ്ബർ RSS 4 14,500, കോട്ടയം റബ്ബർ RSS 5 14,000, റബ്ബർ RSS 4 14,500. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 14,200, കൊപ്ര 9,600, പിണ്ണാക്ക് എക്സ്പെല്ല 2,400, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 68,600, ഗാർബിൾഡ് 70,600, ചുക്ക് മീഡിയം 33,000, ബെസ്റ്റ് 34,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 മുതൽ 475 രൂപ വരെ. ജാതിപത്രി 800 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 950 മുതൽ 1,135 രൂപ വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 13,900, റബ്ബർ RSS 4 14,500, ഒട്ടുപാൽ 10,200, ലാറ്റക്സ് 11,500 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്ന വിപണിയിലെ തളർച്ച കണ്ട് മുംബൈയിലെ വൻകിട എണ്ണ കമ്പനികൾ കൊപ്ര സംഭരണ രംഗത്ത് നിന്ന് പിൻവലിഞ്ഞത് ഉൽപ്പന്നത്തിന്റെ വില തകർച്ച രൂക്ഷമാക്കുന്നു. ഓയിൽ മില്ലുകാരിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയതോടെ തുടർച്ചയായ 3-ാം ദിവസവും വെളിച്ചെണ്ണ വില ഇടിഞ്ഞു. കൊച്ചി, തൃശൂർ, കോഴിക്കോട് വിപണികൾ തളർച്ചയിലാണ്. ഇന്ന് കുമളിയിൽ നടന്ന ലേലത്തിൽ ഏലക്ക വില വീണ്ടും ഇടിഞ്ഞു. കയറ്റുമതി മേഖലയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയതോടെ മികച്ച ഇനം ഏലത്തിന്റെ വില 902 താഴ്ന്നു. ശരാശരി ഇനങ്ങൾ 672 ടയർ വ്യവസായികളും കമ്പനി സപ്ലയർമാരും കൊച്ചി, കോട്ടയം വിപണികളിൽ നിലയുറപ്പിച്ചിരുന്നെങ്കിലും റബ്ബർ ഷീറ്റ് വില സ്റ്റഡിയായി നീങ്ങി. 4-ാം ഗ്രേഡ് 14,500 5-ാം ഗ്രേഡ് 14,000 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. ലാറ്റക്സ് കിലോ 115 രൂപയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 23.6. കൊച്ചി 32.2, 25.2. ആലപ്പുഴ 32.8, 26. പുനലൂർ 32.5, 24. തിരുവനന്തപുരം
32.1, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.